സ്വാഗതം വിശദമായ ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ജയശങ്കർ, 2003 MT വാസുദേവൻ നായർ എഴുതിയ ഒരു ലേഖനം, അത് അങ്ങനെ തന്നെ വായിക്കുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ മന്ത്രി MB രാജേഷൊക്കെ പറയുന്നത് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ്, ഈ സാഹചര്യവുമായി താരതമ്യം വേണ്ടതില്ല എന്നാണ്. നമുക്കറിയുന്ന MT വാസുദേവൻ നായർ വാക്കിന് മുട്ടില്ലാത്തയാളാണ്. 2003 ഏതാണ്ട് 20 വർഷക്കാലം മുമ്പ് എഴുതി വെച്ചതിൻ്റെ ആവർത്തനം എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൻ്റെ ആവർത്തനം എന്നുകൂടി മനസ്സിലാക്കാൻ MT വാസുദേവൻ നായർക്ക് കഴിയാതെ പോകുന്നതാണോ? അങ്ങനെ വിശ്വസിക്കേണ്ടതുണ്ടോ? അല്ല, അന്ന് അദ്ദേഹം മുന്നിൽ കണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്നിപ്പോൾ സത്യമായി ഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ 2003 അദ്ദേഹം ഇത് എഴുതുമ്പോൾ കേരളത്തിലോ രാജ്യത്തിനകത്തോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്ന് വിചാരിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. കേന്ദ്രത്തിൽ അന്ന് അടൽ ബിഹാരി വാജ്പേയി നയിക്കുന്ന കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. 24 കക്ഷികൾ ഉൾപ്പെട്ട കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. നമ്മുടെ PC തോമസ് വരെ ആ മന്ത്രിസഭയിലുണ്ടായിരുന്നു. കേരളത്തിലാണെങ്കിൽ പരമ സാത്വികനായ, പരമശുദ്ധനായ, കുറച്ചധികം ശുദ്ധനായ ശ്രീ AK ആൻ്റണിയാണ് മുഖ്യമന്ത്രി. ആൻ്റണിയെക്കുറിച്ച് വേറെ എന്തൊക്കെ ആക്ഷേപം പറഞ്ഞാലും അദ്ദേഹം അധികാരപ്രമത്തനാണെന്നോ അല്ലെങ്കിൽ അമിതാധികാര പ്രവണതയുള്ള ആളാണെന്നോ പറയുകയില്ല. കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകാർ പോലും പറയുകയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഇങ്ങനെ ഒരു ലേഖനം എഴുതി. അദ്ദേഹം അത് ഇതുപോലൊരു സാഹചര്യം മുൻകൂട്ടി കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്ന വല്ല ജയലളിതയുടെ മറ്റോ ഭരണത്തെ അദ്ദേഹം ഒരുപക്ഷെ ഓർമ്മിച്ചിരിക്കാം. ജയലളിതയുടെ ഭരണകാലത്ത് അമിതാധികാര പ്രവണതയുണ്ട്. 96 മുതൽക്ക് 2001 വരെയുള്ള അണ്ണാ-DMKയുടെ ഭരണകാലത്ത് എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് തീരുമാനിച്ചത്. അവരുടേതായ ഒരു രീതിയിൽ ഒരു ജനാധിപത്യത്തിൽ രാജവാഴ്ച എന്ന് പറഞ്ഞ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2003 എഴുതിയ ലേഖനം 2024 ജനുവരി മാസത്തിൽ പൊടി തട്ടിയെടുത്തു കൊണ്ടുവന്ന് അവതരിപ്പിക്കണമെങ്കിൽ അന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ട രാഷ്ട്രീയ സാഹചര്യം ഇന്നിപ്പോൾ കേന്ദ്രത്തിലും കേരളത്തിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലും യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് അതിൻ്റെ കാരണം. ഞാൻ വേറൊരു ഉദാഹരണം, കുറച്ചുകൂടി വ്യക്തമായ വേറൊരു ഉദാഹരണം പറയാം. 1959-60 കാലത്ത് ശ്രീ CJ തോമസ് എഴുതിയ ഒരു നാടകമുണ്ട്. അത് നിരൂപകന്മാരുമൊക്കെ തള്ളിക്കളഞ്ഞതാണ്. അത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി എഴുതിയ നാടകമാണ്. നാടകത്തിൻ്റെ ഒരു വിഷവൃക്ഷം എന്നാണ്. അന്ന് എഴുതിയ കാലത്ത് ഇത് അതിശോക്തിപരമാണ്, വളരെ അതിശോക്തിപരമാണ്. പക്ഷേ ഇന്ന് ആ നാടകം എടുത്ത് വായിച്ചാൽ വളരെ കറണ്ടായിട്ട് നമുക്ക് തോന്നും. ഇപ്പോൾ CJ തോമസിനെ പഠിക്കുന്ന ആളുകൾ, ഇത് കേൾക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നാടകം തേടിപ്പിടിച്ച് വായിക്കുന്നത് നന്നായിരിക്കും. 1959-60 കാലത്ത് CJ തോമസ് ഭാവനയിൽ കണ്ട ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം ഇന്ന് പരമസത്യമായി ഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ആ നാടകം വായിക്കുമ്പോൾ CJ തോമസ് എത്ര വലിയ ക്രാന്തദർശിയായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് 2024 നമ്മൾ വിഷവൃക്ഷം വായിക്കേണ്ടത്? കാലം മാറിയപ്പോൾ അന്ന് CJ മനസ്സിൽ കണ്ട പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംഭവ്യമായിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അപ്പോൾ അന്ന് MT അതിനെതിരെ പ്രതികരിച്ചിരുന്നു എന്നാണ് പറഞ്ഞു കേട്ട അറിവ് എനിക്ക്. അപ്പോൾ ഒരുപക്ഷെ അതും ഒരു അധികാര പ്രയോഗമാണ്. അദ്ദേഹം എല്ലാ കാലങ്ങളിലും, എല്ലാ ദിവസവും, എല്ലാ വൈകുന്നേരങ്ങളിലും രാഷ്ട്രീയ വിമർശനം നടത്തുന്ന ഒരാളല്ല. 20 വർഷക്കാലത്തിന് ശേഷം അദ്ദേഹം ആ അമിതാധികാര പ്രവണതയെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന മനസ്സിനെ, ബുദ്ധിയെ ഒക്കെ വ്രണപ്പെടുത്തുന്നത് കൊണ്ടാണ് എന്ന് വിചാരിച്ചെടുക്കാം. MT അങ്ങനെ ദൈനംദിന അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആളെ അല്ല. അദ്ദേഹം പൊതുവെ ഉൾവലിഞ്ഞ പ്രകൃതക്കാരനാണ്. അദ്ദേഹം അങ്ങനെ അധികം സോഷ്യലൈസ് ചെയ്യുന്ന ആൾ പോലുമല്ല. ചിരിക്കാൻ പോലും വളരെ പിശുക്കുള്ള അല്ലെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരാളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം വ്യക്തമായിട്ട് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞ സന്ദർഭങ്ങൾ വളരെ കുറവാണ്. അതിലൊന്ന് ഈ മുത്തങ്ങ വെടിവെപ്പാണ്. മുത്തങ്ങ വെടിവെപ്പ് അദ്ദേഹത്തെ വല്ലാതെ ക്ഷോഭിപ്പിച്ചു. അതുകൊണ്ട് ആ സമയത്ത് അദ്ദേഹം ഒരു നിലപാടെടുത്തു. അതിനു മുമ്പും അതിന് ശേഷവും എന്തൊക്കെ കുളലൊക്കെ സൃഷ്ടിച്ച സംഭവങ്ങൾ ആൻ്റണിയുടെ ഭരണകാലത്ത് തന്നെ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം മൗനം പാലിക്കുകയത്. പിന്നെ അദ്ദേഹം കുപിതനായി നമ്മൾ കാണപ്പെട്ടത് നരേന്ദ്രമോദി സർക്കാർ നോട്ട് പിൻവലിച്ചപ്പോഴാണ്. ഈ നോട്ട് പിൻവലിച്ചതിൻ്റെ സാമ്പത്തിക ശാസ്ത്രമല്ല, സാധാരണക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിനെക്കുറിച്ച് അദ്ദേഹം ശക്തമായിട്ട് പ്രതികരിക്കും. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ അമിത് മാസ്റ്റർ കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. 1969 കാലത്ത്, 69-70 കാലത്ത് ഈ നക്സലൈറ്റ് ആക്രമണം ഉണ്ടാക്കി അജിത അടക്കമുള്ള ആളുകളൊക്കെ പോലീസിൻ്റെ വലിയ പീഡനങ്ങൾക്കിരയായപ്പോഴും ഇദ്ദേഹം
ഏതാണ്ട് ഈ രീതിയിൽ പ്രതികരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ സംഭവം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ച ഒന്നായിരുന്നു. അന്ന് അദ്ദേഹത്തിന് വളരെ ചെറുപ്പമാണ്. 16 വയസ്സ്. ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളില്ല, ടെലിവിഷൻ ചാനലുകളില്ല. അല്ല, അജിതയുടെ പ്രായമല്ല പറഞ്ഞു, എം ടിയുടെ കാര്യം. അല്ല, എം ടി 1967, 69. അതെ, അന്ന് അദ്ദേഹം പ്രതികരിച്ചായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അപൂർവത്തിൽ അത്യപൂർവമായിട്ട് മാത്രം, അതെ, അദ്ദേഹം അപൂർവത്തിൽ അത്യപൂർവമായിട്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതികരിക്കാറുണ്ട്. ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത് ഈ സവിശേഷ സാഹചര്യത്തിൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിക്ക് തുല്യ നിലയിൽ ബാധകമാണ്, മമതാ ബാനർജിക്ക് ബാധകമാണ്, ജയലളിതയ്ക്ക് ബാധകമായിരുന്നു, മായാവതിക്ക് അവർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവർക്ക് ബാധകമായിരുന്നു. ഇനി നമുക്ക് അല്പം വലിച്ചു നീട്ടുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനും ഒരു ചെറിയ പരിധി വരെ നവീൻ പട്നായിക്കിനും ബാധകമാണെന്ന് പറയാം. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഏകകക്ഷി ഭരണം പിന്നെ ഏക വ്യക്തി ഭരണമായിട്ട് മാറും. ആ ഒരു വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ഈ ജനാധിപത്യ പ്രക്രിയയെ തന്നെ തകിടം മറിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അതുകൊണ്ടുള്ള അധികാരപ്രമത്തത, ധൂർത്ത്, ആർഭാടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് എം ടിയുടേതായ ഭാഷയിൽ അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരേ ഒരു സവിശേഷത, അദ്ദേഹത്തിന് ഇത് ലേഖനം എടുത്ത് വേണമെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ വിളിച്ച് അദ്ദേഹത്തിന് ഏൽപ്പിക്കാം, ഏതെങ്കിലും ഒരു കൂട്ടർക്ക് ഇൻ്റർവ്യൂ കൊടുക്കാം. പക്ഷേ അദ്ദേഹം അതിന് തിരഞ്ഞെടുത്ത സവിശേഷ മുഹൂർത്തം ഈ KLF എന്ന് പറയുന്ന സാഹിത്യ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന വേദിയിൽ അത് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ഇത് അവിടെ വായിച്ചു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥമുണ്ട്. അല്ലെങ്കിൽ 2003 എഴുതിയ ലേഖനം എന്തിനാ ഇപ്പോൾ എടുത്തുകൊണ്ടത് വായിച്ചേ? അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും വായിക്കാമായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഭാഗവതമോ രാമായണമോ വായിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ വയലാറിൻ്റെയോ ഭാസ്കരൻ ഭാഷയുടെ സിനിമാ പാട്ടുകൾ വായിക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇത് വായിച്ചത്? അതിനൊരു പ്രസക്തിയില്ലേ? വെറുതെ ഇരിക്കുമ്പോൾ ഒരാൾ ഈ ഗ്രന്ഥം എടുത്ത് വായിക്കുമല്ലോ. അപ്പോൾ അതിന് സവിശേഷമായ ഒരു അർത്ഥമുണ്ട്. കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയ സാഹിത്യത്തിൽ അദ്ദേഹം പണ്ട് എഴുതിയ ലേഖനത്തിന് മുമ്പ് എന്നും എന്നത്തേക്കാളും ഉയർന്ന ആ ഒരു പ്രാധാന്യമുണ്ടെന്ന് എം ടി വാസുദേവൻ നായർക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അവിടെ അവതരിപ്പിച്ചു. അത് ആരെ ഉദ്ദേശിച്ചാണ് അവതരിപ്പിച്ചതെന്നും എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണമെന്നും എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ കണ്ണടച്ച് ഇരുട്ടാക്കണം എന്നുള്ളവർക്ക് ഇരുട്ടാക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അവരവരുടെ ബുദ്ധി നിലവാരത്തിലേക്ക് ബാക്കിയുള്ളവർ കൂടി എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് മാത്രമേ എനിക്ക് പറയാൻ. ശരി, ഓക്കെ, ഞാൻ